Hi friends, welcome back to Jaya's recipes. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ഗുജിയയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ട് എത്ര ദിവസം വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. ഒട്ടും കേടുവരുമൊന്നുമില്ല. പിന്നെ നല്ല ടേസ്റ്റുമാണത്. ഉണ്ടാക്കിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് പൊതുവേ സാധാരണ മൈദയിലാണ് ഉണ്ടാക്കുക. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യിന് പകരം നിങ്ങൾക്ക് ചൂടുള്ള റിഫൈൻഡ് ഓയിൽ ചേർക്കാം. പക്ഷേ നെയ്യാണ് കൂടുതൽ ടേസ്റ്റും പിന്നെ നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നെയ്യ് ഉണ്ടെങ്കിൽ അതന്നെ ചേർക്കുക. ഇല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ മാത്രം റിഫൈൻഡ് ഓയിൽ ചൂടുള്ളത് ചേർത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരിന് പകരം നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്താലും മതി. എന്നിട്ടിത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ വേണ്ടൂ കുഴച്ചെടുക്കാൻ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൊണ്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ ഓരോ സ്പൂണായിട്ട് ഒഴിച്ചിട്ട് ഇത് നല്ല ടൈറ്റായിട്ട്, അതായത് പൂരിയുടെ മാവിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ടൈറ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഇതാ കുറച്ച് വെള്ളമായിട്ട് ഞാനിത് കുഴച്ചെടുക്കുകയാണ്. ഒരു 2 അല്ലെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും ഇത് കുഴച്ചെടുക്കാൻ. ഇതിപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. അടച്ചിട്ട് ഒരു 25 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കാം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ റവ ചേർക്കുക. അപ്പോൾ റവ വറുത്തതായാലും വറുക്കാത്തതായാലും രണ്ടായാലും നമുക്ക് നെയ്യിൽ ഇതൊന്ന് വറുത്തെടുക്കണം. വറുത്തതാണെങ്കിൽ കുറച്ച് മാത്രം വറുത്താൽ മതി. ഇനി വറുക്കാത്ത റവയാണെങ്കിൽ ഒരു നല്ലൊരു ഗോൾഡൻ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ ഇത് റവ നല്ല മൂത്ത മണം വരുന്നുണ്ട്. നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷായിട്ട് ചിരകിയ നാളികേരമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ വരെ നാളികേരം ചേർക്കാം. ഇതിന് ഫ്രഷായിട്ടുള്ള നാളികേരം ചേർക്കുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പാക്കറ്റിൽ വാങ്ങുന്നില്ലേ, അതുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഏതായാലും പ്രശ്നമില്ല. എന്നിട്ട് ആ നാളികേരം ഫ്രഷ് ആണെങ്കിൽ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ കുറച്ച് കൂടുതലായാലും പ്രശ്നമൊന്നുമില്ല ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചാൽ ഉള്ള പോലെ ചേർക്കുക. ഇതിലേക്ക് കുറച്ച് കിസ്മിസ്, അതായത് കുറച്ച് ഉണക്കമുന്തിരി, അതുപോലെ തന്നെ കുറച്ച് ബദാം എല്ലാം ഒന്ന് ചതച്ചിട്ട് കേട്ടോ, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ട്, അതായത് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളെ ആവാനേ പാടുള്ളൂ, വലിയ കഷ്ണങ്ങളാവണ്ട. എന്നിട്ട് അതും കൂടിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക തന്നെ വേണം. ഇനി ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എല്ലാം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ബാക്കി ഈ പാനിൻ്റെ ചൂട് കൊണ്ട് തന്നെ ബാക്കി ഇരുന്നിട്ട് റെഡി ആയിക്കോളും. നന്നായിട്ട് ചൂടാറട്ടെ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ചൂടാറി വന്നതിൻ്റെ ശേഷം പൊടിച്ച പഞ്ചസാര ചേർക്കുക. പൊടിച്ച പഞ്ചസാര ഒരു 6-7 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് ഗുജിയ ഉണ്ടാക്കാം. അപ്പോൾ ഈ മാവ് ഒന്ന് തുറന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിനി ചെറിയ ബോൾസാക്കി മാറ്റുക. ഒരു 14 അല്ലെങ്കിൽ ഒരു 15 ബോൾസ് നമുക്ക് ഇതൊന്ന് കിട്ടും. ഇനി അതൊന്ന് ഒരു ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തുക. മൈദയിലോ അല്ലെങ്കിൽ ആട്ടയിലോ ഏതില്ലെങ്കിലും ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് പൊടി തട്ടിയിട്ട് ഒന്ന് ഇതുപോലെ വട്ടത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. വല്ലാതെ കനം കുറയണ്ട, എന്നാൽ കനം കൂടാനും പാടില്ല. ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതാ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു മോൾഡിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല. മോൾഡ് ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ മോൾഡ് ഇല്ലാതെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മോൾഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇതിലേക്ക് ഒരു 1-1.5 സ്പൂൺ ഒഴിക്കുക. വല്ലാതെ കുത്തി നിറയ്ക്കരുത്, എന്നാൽ വല്ലാതെ കുറവും ആവരുത്. ആ ഒരു രീതിയിൽ ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ നിറയ്ക്കാം. എന്നിട്ടിത്
ഇതിൻ്റെ സൈഡിൽ മൊത്തം ഒന്ന് വെള്ളം കൊണ്ടൊന്ന് തൊടിയിക്കുക. കാരണം വെള്ളം തൊട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ പിന്നെ അത് പൊട്ടിപ്പോവില്ല. അതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് തൊട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ കൂടുതൽ വരുന്ന മാവ് നമ്മളിങ്ങോട്ട് എടുത്ത് മാറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഗുജിയ റെഡിയായി. ബാക്കി വരുന്ന മാവ് നമുക്ക് വീണ്ടും പരത്തിയിട്ട് ഇതുപോലെ ഉണ്ടാക്കാം. അത് കാരണം ബാക്കി ഇതൊന്നും എടുക്കണ ബാക്കി മാവ് കളയൊന്നും വേണ്ട, നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഗുജിയ റെഡിയായി. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ഒന്നും കൂടി ഇതുപോലെ മോൾഡ് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കാം. ഇതിൽ ഫില്ലിങ് നിറയ്ക്കുക. എന്നിട്ട് വെള്ളം എല്ലാ സൈഡിലും വെള്ളം ഒന്ന് പുരട്ടി കൊടുക്കുക. വെള്ളം പുരട്ടുമ്പോൾ അത് നന്നായിട്ട് ഒട്ടി പിടിക്കാനാണ് നമ്മൾ വെള്ളം ഒന്ന് പുരട്ടുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അമർത്തി കഴിഞ്ഞാൽ അതവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഇനി ഞാൻ മോൾഡ് ഇല്ലാതെ അതെങ്ങനെയാണ് ഉണ്ടാക്കുക, ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് പരത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പരത്തിയിട്ടുണ്ട്. റൗണ്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ റൗണ്ട് ആവണമെങ്കിൽ മാത്രം ഒന്നിങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി റൗണ്ട് ഷേപ്പിൽ. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ അത് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചിട്ടുണ്ട്. എന്നും വെള്ളം കൊണ്ട് മൊത്തം അതൊന്ന് വെള്ളം തൊടിയിക്കുക, നമുക്ക് നന്നായി ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ആ മോൾഡിൻ്റെ ഷേപ്പിൽ തന്നെ ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പൂണോ എന്തെങ്കിലും കൊണ്ടിട്ട് അല്ലെങ്കിൽ വിരൽ കൊണ്ടായാലും മതി, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർക്ക് കൊണ്ട് ചെയ്യുമ്പോൾ അതിനൊരു ഷേപ്പ് കിട്ടും. അല്ല വേറെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഷേപ്പ് കൊടുക്കാൻ പറ്റിച്ചാൽ അങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ വിരൽ കൊണ്ട് വെറുതെ ഒട്ടിച്ചെടുത്താൽ മതി. അതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മോൾഡ് ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ രണ്ട് സൈഡും ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഡിസൈൻ കൊടുക്കുമ്പോൾ രണ്ട് സൈഡും നമ്മൾ കൊടുക്കണം കേട്ടോ. ഞാൻ മറ്റേ സൈഡ് കാണിച്ചില്ല, രണ്ട് സൈഡും ഇതുപോലെ കൊടുക്കണം. അതുപോലെ തന്നെ നന്നായി ഒട്ടിക്കണം. പിന്നെ ഇതിൽ കുറച്ചും കൂടിയൊക്കെ ഫില്ലിങ് ആവാം കേട്ടോ. ഞാൻ കുറച്ച് കുറവായി ചേർത്തത്. ഇപ്പോൾ ഇതാ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സാധാരണ റിഫൈൻഡ് ഓയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ മൊത്തം ഗുജിയ ഒരു 15 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1 കപ്പ് മാവ് കൊണ്ട് നമുക്ക് 15 ഗുജിയ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2 കപ്പൊക്കെ ആണെങ്കിൽ 30 എണ്ണം സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ മോൾഡൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഷേപ്പിനനുസരിച്ച് ചെറിയ വ്യത്യാസം 1-2 എണ്ണത്തിൻ്റെയൊക്കെ വ്യത്യാസം വരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കരുത്. ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിലേക്ക് ഇടണം. കാരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് കുക്ക് ചെയ്ത് കിട്ടില്ല. ഒരേ സമയം തന്നെ നമുക്ക് കുറേ എണ്ണ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പോൾ ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ ഒന്നങ്ങനെ ഒരു സൈഡ് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഇത് മറിച്ചിടാം. അങ്ങനെ മുഴുവനായിട്ട് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. പൊട്ടാത്ത രീതിയിൽ ഇത് അത്ര പെട്ടെന്നൊന്നും പൊട്ടില്ല കേട്ടോ അത്. അപ്പോൾ ആ രീതിയിൽ വേണം ഇത് മറിച്ചിടാൻ. എന്നിട്ടൊരു ഗോൾഡൻ കളറായി വരുന്നവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഗുജിയ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ഇത് കുറേ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ 1-2 കൊടുത്താൽ തന്നെ നല്ല ഫില്ലിങ്ങാണ്. ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ ഫിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കി വെച്ചതും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടു, ഇതിൽ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നന്നായിട്ട് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ?